എത്തി നോക്കാൻ കഴിയാത്ത നസ്രത്ത് എന്ന് പറയപ്പെടുന്ന റിമോട്ട് ഏരിയ, അല്ലെങ്കിൽ ഏറ്റവും കുഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറയുക. വചനത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എന്താ? നസ്രേത്തുകാരൻ കർത്താവെന്ന്. നസ്രേത്തുകാരൻ കർത്താവെന്ന് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ആരും വരാത്ത, ആരും എത്തി നോക്കാത്ത, ആരും ചിന്തിക്ക പോലും ചെയ്യാത്ത പ്രത്യേകമായ ഉള്ളറ പോലെ കാട്ടുനിവാസികൾ വസിക്കുന്ന ഒരിടമാണ് നസ്രത്ത് എന്ന് പറയപ്പെടുന്ന സ്ഥലം. പക്ഷേ വചനത്തിൽ എഴുതിയിരിക്കുക, നസ്രത്തിലും ദൈവത്തിന്റെ കരുതൽ ലഭിച്ചു എന്ന്. ഇന്ന് രാത്രി കാലം പറയട്ടെ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഇടത്തിലല്ല പ്രത്യേകത, ദൈവം കാണുന്നതില്ല പ്രത്യേകത കേട്ടോ. ഞാൻ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ള സാഹചര്യങ്ങൾ ദൈവത്തിന് പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. റോമൻ അധിനിവേശം ശക്തിയോടെ അവിടെ ആർച്ചവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോമിലുള്ള സകല ആളുകളെയും പിടിച്ചു കെട്ടിപ്പോയി. റോമാ സാമ്രാജ്യത്തിന്റെ അധിനിവേശം ഇസ്രായേലിന്റെ മണ്ണിൽ ആന്തരിക അനുഭവത്തിൽ ശക്തമായി എഴുന്നള്ളിക്കൊണ്ടിരിക്കുക. അവിടെയുള്ള സകല ആളുകളെയും, ആണുങ്ങളെല്ലാം നാടുകടത്തപ്പെട്ട് അവരെല്ലാം ബന്ദിയാക്കി കൊണ്ടുപോയി. സ്ത്രീകളായ യഹൂദ സ്ത്രീകളെ മുഴുവൻ റോമക്കാരായിരിക്കുന്ന അല്ലെങ്കിൽ യഹൂദരല്ലാത്ത ആളുകൾ അവരെല്ലാം വിവാഹം ചെയ്ത് വേറൊരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇവരെ കൊണ്ട് വേറൊരു തലമുറയെ വിവാഹനം ചെയ്ത് യവന സംസ്കാരം ആർജവത്വത്തോടെ എഴുന്നേറ്റ് വരുന്ന ആ കാലയളവിൽ സകല വീടുകൾ നോക്കിയാലും ആ കുടുംബത്തിൽ ഒരാളെങ്കിലും യവനന്മാരായ റോമിന്റെ അധിനിവേശമുള്ള ആരെങ്കിലും ഒരാളുണ്ടാകും. പക്ഷേ അന്നത്തെ കാലയളവിൽ ഒരു കുടുംബത്തെ ദൈവം പ്രത്യേകമായി കരുതിക്കൊണ്ട് വേറെ പ്രത്യേകമായ നസ്രത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു. ആരെയാ? മറിയെ കൊണ്ടുപോയി പാർപ്പിച്ചു. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും കാണില്ല, അറിയില്ല, ചിലപ്പോ ദൈവമേ പെട്ടുപോയി എന്നൊക്കെ വിചാരിക്കുമ്പോ സർവശക്തനായ ദൈവം ഏത് ഉള്ളറകളിലാണെങ്കിലും ആരും കാണാതെ, ആരും എത്തി നോക്കാതെ, ആരും വന്നു നോക്കാൻ കഴിയാത്തടത്ത് കൺമണിക്ക് തുല്യമായി ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നസ്രയത്തിന്റെ മണ്ണിൽ ഒരു യുവതയെ അവിടെ പരിപാലിച്ച് നടത്തി. മറിയെ പരിപാലിച്ച് നടത്തി. എന്തിനാ? ലോകരക്ഷിതാവായ നസ്രയത്തുകാരൻ ജനിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ആരംഭം കുറിക്കാൻ പാടുള്ളൂ എന്ന് തമ്പുരാന് നന്നായി അറിയാം. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ചില ദുഷ്ടതയുടെ അനുഭവങ്ങൾ, കഷ്ടതയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോ പതറരുത്. ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒതുക്കി വെച്ചേക്കുന്നതാ. എന്തിനാ? ഒരു സ്വർഗീയ അനുഭവത്തിന്റെ വെളിച്ചത്തിന്റെ ഏടുകൾ ഹൃദയത്തിൽ കൃപ ലഭിച്ചവളെ ഒന്ന് കേൾക്കണമെങ്കിൽ നീ ഒന്ന് മാറി നിന്നേ പറ്റത്തുള്ളൂ. ആർക്കും ലഭിച്ചില്ല, ആരോടും പറഞ്ഞില്ല. പക്ഷെ കൃപ ലഭിച്ചവളെ എന്ന് മറിയോട് പറഞ്ഞതിന് കാരണം മറ്റൊന്നുമല്ല, മാറ്റി നിർത്തിയ ഒരു ദൈവമുണ്ട്. എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും, എല്ലാ ഇടങ്ങളിൽ നിന്നും ഒതുക്കി നിർത്തി, മാറ്റി മാറ്റി ഒരു മൂലയിൽ നിർത്തിയത് ദൈവത്തിന് സംസാരിക്കാനാ. കൃപ ലഭിച്ചവളെ എന്ന്